ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വടയുടെ റെസിപ്പിയാണ്. ഈ ഒരു വടയുടെ പ്രത്യേകത പുറം ഭാഗത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളിതാ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേ കപ്പിൽ തന്നെ നമുക്ക് 1 കപ്പ് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച് പൊങ്ങി വന്നിട്ടുള്ള ദോശമാവാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ദോശമാവ് അധികം പുളിക്കാത്ത മാവ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ദോശമാവിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പില്ലാത്ത ദോശമാവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ മിക്സായി കിട്ടാൻ, സ്പാറ്റിൽ വെച്ചിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ മിക്സായി വന്നോളും. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കുറുകി വരും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും കട്ടയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി കംപ്ലീറ്റ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞതും ഒരു 2 അല്ലി കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ഈ ഒരു മാവിൽ കിട്ടുന്ന വിധത്തിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കയ്യിലൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇപ്പോൾ മാവുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ കൈ ഒന്ന് കഴുകിയിട്ട് കൈ നനച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ഷേപ്പാക്കി എടുക്കാൻ. അപ്പോൾ ഞാനിതാ കൈ രണ്ടും ഇതുപോലെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുത്തതിന് ശേഷം നടുവിൽ നമ്മൾ വടക്കൊക്കെ ഹോൾ ഉണ്ടാക്കൂലേ, അതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും ഷേപ്പാക്കി എടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ അവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ വടൻ്റെ പോലെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല, ബ്രൗൺ കളറായിട്ട് പോകുന്നില്ല. സാവധാനമേ ഉള്ളൂ കേട്ടോ ഇത് കളർ മാറിയിട്ട് വരിക. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. കുറച്ച് കൂടുതൽ സമയം തന്നെ വേണം കേട്ടോ വട ഈ ഒരു കളറിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറും ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദോശമാവ് വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്